ലോറി പുറപ്പെട്ടിരിക്കുകയാണ്. PT-7 ലോറി കാട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. അത് വളരെ സാവധാനത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാൻ കഴിയൂ. ലോറിയും പിന്നിൽ നിന്ന് നേരത്തെ ആനയെല്ലാം PT-7 അകത്തേക്ക് തള്ളി കയറ്റിയ അതേ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ലോറിയും കാട്ടിൽ നിന്ന് നീങ്ങുന്നത്. റോഡില്ല, അവിടെ കാട് വളരെയേറെ പ്രയാസമുള്ള മേഖലയിൽ കൂടിയാണ്. അനുമോദം, എങ്ങനെയാണ് ഇപ്പോൾ ലോറിക്ക് മുന്നോട്ട് കടന്നു വരാൻ കഴിയുന്നുണ്ടോ? ലോറി നീങ്ങിക്കഴിഞ്ഞു. ലോറി നേരത്തെ ആളെ കയറ്റിയ സ്ഥലത്ത് നിന്ന് നീങ്ങിക്കഴിഞ്ഞു. പതിയെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. പതിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. എന്നാൽ അണങ്ങിയിട്ടുണ്ട്. ലോറിക്ക് മുന്നിൽ JCB ഉണ്ട്. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ JCB ഉപയോഗിച്ച് അത് മാറ്റിക്കൊണ്ട് ലോറി പതിയെ മുന്നോട്ട് ഇപ്പം നിർത്തിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം അത് പുതിയതായിട്ട് ഉണ്ടാക്കിയൊരു വഴിയാണ്, കാട്ടുവഴിയാണ്. അപ്പോ അത്ര എളുപ്പത്തിൽ കടന്നു പോകാൻ കഴിയില്ല. മാത്രമല്ല മയക്കത്തിലുള്ള ഒരു കാട്ടുകൊമ്പനാണ് അതുകൊണ്ട് വളരെ പതുക്കെ ആയിരിക്കും ലോറി കടന്നു പോവുക. ലോറി നീങ്ങിയിട്ടുണ്ട്. ലോറി മയക്ക് വെടിവെച്ച് തുറന്ന് ലോറി പതിയെ പ്രധാന വഴിയിലേക്ക് കടന്നിരിക്കുന്നു. എന്റെ കാഴ്ചയിൽ നിന്നും PT-7 എന്ന കാട്ടുകൊമ്പൻ മറഞ്ഞിരിക്കുന്നു. അനുമോദിന്റെ കാഴ്ചയിൽ നിന്ന് പറഞ്ഞെങ്കിൽ പ്രസാദ് അവിടെ തൊട്ടരികിൽ തന്നെ കാത്തു നിൽപ്പുണ്ട്. പ്രസാദിനരികിലേക്ക് ഇപ്പോൾ എത്തുകയാണ് PT-7 എന്ന കാട്ടുകൊമ്പൻ. ആയിരക്കണക്കിന് വരുന്ന ധോണി നിവാസികൾ ഇന്ന് ധൈര്യത്തോടു കൂടി നിന്ന്, ആശ്വാസത്തോടു കൂടി നിന്ന്, ആഹ്ലാദത്തോടു കൂടി നിന്ന് PT-7 കാണും. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കിരൺ, അനുമോദിന്റെ കാഴ്ചയിൽ നിന്നും മാറിയ കാട്ടുകൊമ്പനെ കാണുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ പ്രവേശന കവാടത്തിൽ, ധോണിയുടെ വനത്തിന്റെ പ്രവേശന കവാടത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ PT-7 ഇങ്ങോട്ട് വനം വകുപ്പിന്റെ ലോറി, പച്ച പെയിന്റ് അടിച്ച ഈ ലോറി ഇങ്ങോട്ട് കടന്നുവരും. ഇവിടെ വലിയ സുരക്ഷ പോലീസിന്റെയും വനം വകുപ്പിന്റെയും എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പോലീസ് എസ്കോർട്ടോടുകൂടിയായിരിക്കും നാടിനെ വിറപ്പിച്ച PT-7 ധോണിയിലെ കൂട്ടിലേക്ക്, ഇവിടെ ഒരുക്കിയിട്ടുള്ള 15 അടി നീളവും 15 അടി വീതിയുമുള്ള കൂട്ടിലേക്ക് കൊണ്ടുപോകുക. വഴിയിലെല്ലാം ഗതാഗത തടസ്സം ഉണ്ടാകുന്നത് ഒഴിവാക്കാനുള്ള എല്ലാ നടപടികളും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. രാവിലെ മുതൽ തന്നെ വൻ പോലീസ് സന്നാഹം. വളരെ ഇന്നലെ വലിയ തോതിലുള്ള പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഓപ്പറേഷൻ നടത്തി മയക്കുവെടി വെച്ചതിന് ശേഷമാണ് കൂടുതൽ പോലീസുകൾ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും അവരെല്ലാം സജ്ജമാണ്. PT-7 വളരെ സുരക്ഷിതമായി പാലക്കാട് ധോണിയിലെ ഫോറസ്റ്റ് സ്റ്റേഷനിലുള്ള ഈ കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അനുമോദ് നേരത്തെ പറഞ്ഞതുപോലെ ലോറി അവിടെ നിന്നും വളരെ പതുക്കെ നീങ്ങി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. നമ്മൾ മാത്രമല്ല, ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം നേരത്തെ PT-7 മയങ്ങി നിന്ന PT-7 മയക്കുവെടിയേറ്റ PT-7 കാണാൻ പോയ ആളുകളെല്ലാം ഇപ്പോൾ ഈ സ്ഥലത്തേക്ക്, അതായത് ആ വരവ് കാണുന്നതിന് വേണ്ടി PT-7 ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കാണാൻ വേണ്ടി ആളുകൾ ഈ രണ്ട് റോഡിന്റെ ഇരുവശവും ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും കാണേണ്ടത് PT-7 വനം വകുപ്പ് പിടികൂടിയ, ദൌത്യസംഘം പിടികൂടിയ, മയക്കുവെടി വെച്ച് പിടികൂടിയ PT-7 ഒരു നോക്ക് കാണുന്നതിനാണ്. ഇപ്പോൾ ലോറിയിൽ അത് അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടെത്തും. ഇവിടെ നിന്നും 500 മീറ്റർ ദൂരെ മാത്രമാണ് ഈ നേരത്തെ ഈ മയക്കുവെടി വെച്ച് നിന്നുള്ള അവിടെ PT-7 ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ പതുക്കെ, അനുമോദ് പറഞ്ഞതുപോലെ പതുക്കെയാണ് ആ വാഹനം വരുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം നമ്മൾ കാണുന്ന ഈ തേക്കിൻ തോട്ടിലൂടെ, ഈ പ്ലാന്റേഷനിലൂടെ മുന്നിലേക്ക് വരും. അവിടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കി വനം വകുപ്പും പോലീസും എല്ലാം ഉണ്ട്. ഇന്നലെ രാവിലെ ആരംഭിച്ച ദൌത്യമാണ്. ഇന്നലെ രാവിലെ 5 മണിക്ക് കയറിയ വയനാട് ദൌത്യസംഘത്തിന് പാതി വഴിയിൽ ഉച്ചയ്ക്ക് നിർത്തേണ്ടി വരുന്നു. കാരണം PT-7 ചപ്പാത്തി എന്ന മേഖലയിൽ നിന്നും ഉൾവനത്തിലേക്ക് കയറിയതോടുകൂടിയാണ് അത് നിർത്തിവെക്കേണ്ടത് വന്ന്. പക്ഷേ ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി ട്രാക്കിംഗ് സംഘം ആദ്യം എത്തുകയും PT-7 ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തു. തൊട്ട് പിന്നാലെ 6 മണിയോടുകൂടി ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം അകത്ത് കയറുകയും 7:10 മയക്കുവെടി വെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് നമ്മൾ കണ്ടതാണ്, നേരത്തെ അനുമോദ് വളരെ കൃത്യമായി അതെല്ലാം വിവരിച്ചതാണ്, അതിന്റെ നടപടികൾ എങ്ങനെയാണ് എന്നുള്ളത്. 3 കുങ്കിയാനകളെ അവരുടെ PT-7 ചുറ്റും പിന്നിൽ നിന്നുകൊണ്ട്, ആനയ്ക്ക് PT-7 ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത തരത്തിൽ കുങ്കിയാനകളെ നിർത്തിക്കൊണ്ട് അവസാനം ലോറിയിലേക്ക് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി ആ ലോറിയിലേക്ക് കയറ്റുകയും ലോറി അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ PT-7 കൊണ്ട് ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് പോകുക. ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ PT-7 സുരേന്ദ്രനെ പോലെ, ഭരതനെ പോലെ,
വിക്രമിനെ പോലെ മറ്റൊരു കുങ്കിയാനിയായി മാറും. അതിനുള്ള പരിശീലനം തുടങ്ങും. ഒരുപക്ഷെ ഡോക്ടർ അരുൺ സക്കറിയ നമ്മളോട് പറഞ്ഞതുപോലെ 60 ദിവസം കൊണ്ട് ഒരുപക്ഷെ PT7 ഒരു കുങ്കിയാനിയാകാം. അതല്ലെങ്കിൽ ഒരുപക്ഷെ 2 വർഷത്തേക്ക് സമയമെടുത്തേക്കാം. അരുൺ സക്കറിയുടെ അനുഭവം അതാണ് നമ്മളോട് പറഞ്ഞത്. 60 ദിവസം കൊണ്ട് അദ്ദേഹം ഒരു കാട്ടാനയെ കുങ്കിയാനിയാക്കി മാറ്റാൻ അവർക്ക് വനംവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില കാട്ടാനകളെ 2 വർഷമെങ്കിലും സമയമെടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും PT7 എത്ര സമയം വേണ്ടിവരും എന്നതെല്ലാം തന്നെ നമുക്ക് കാണാം. ഇത്രയും ജനവാസ മേഖലയിൽ ഇറങ്ങി ഈ നാടിന്റെ ഉറക്കം കെടുത്തിയ ഒരു കാട്ടാനയാണ് PT7. നമ്മൾ രാവിലെ ആനയ്ക്ക് വെടിയേറ്റു എന്നറിഞ്ഞപ്പോൾ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധോണി ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും, ഇത് മുണ്ടൂർ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ്, ഇതിൽ നിന്നും ഈ 4 പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട മുണ്ടൂർ, പുതുപ്പരിയാരം, അകത്തേത്തറ, അതോടൊപ്പം തന്നെ ഈ 4 പഞ്ചായത്തുകളിൽപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ആളുകൾ ഇതിനെ കാണുന്നതിന് വേണ്ടി വന്നിരുന്നു. ഏറ്റവും കൂടുതൽ കർഷകരെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്.